ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഭയങ്കരമായിട്ടുള്ള മഴയാണ്. ശനിയാഴ്ച ഭയങ്കര മഴയായിരുന്നു. സൺഡേ ഫുൾ കംപ്ലീറ്റ് മഴയായിരുന്നു. മൺഡേ ഇന്നലെയും ഭയങ്കര മഴയായിരുന്നു. ഇന്ന് രാവിലെ ഒരു 10-10:30 വരെ ഭയങ്കര മഴയായിരുന്നു. ഈ 3-4 ദിവസം വളരെ മൂകത പിടിച്ച ദിവസങ്ങളായിരുന്നു. ഒട്ടും വെളിച്ചമില്ല, ഒരു കാര്യം ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, തുണികൾ ഉണങ്ങുന്നില്ല. ഉണങ്ങിയ തുണികൾ, ഈ നനയ്ക്കാനുള്ള തുണികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഭയങ്കര ഒരു ശോകാവസ്ഥയായിരുന്നു. മഴ പെയ്യുമ്പോൾ അറിയാമല്ലോ, കണ്ടിന്യൂസ് ആയിട്ടൊക്കെ മഴ പെയ്താലുള്ളൊരു അവസ്ഥ അറിയാമല്ലോ. അപ്പം നമ്മൾ വീട്ടിൽ വെറുതെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പഠിക്കാൻ പോകുന്ന പിള്ളേരുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഇത്രയും ദിവസം ഭയങ്കര മഴയായിരുന്നു. എന്നിട്ട് ഇന്നൊരു 10:30 ആയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചെറുതായിട്ടൊക്കെ ഒന്ന് വെയിൽ, അത്യാവശ്യം നല്ലപോലെയൊക്കെ ഒന്ന് വെയിൽ വന്നു തുടങ്ങി. അപ്പം ഞങ്ങളുടെ 2 കുഞ്ഞു പപ്പീസ് ഉണ്ടല്ലോ, അവന്മാരെ ഒന്ന് കുളിപ്പിച്ചു. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് അവന്മാരെ കുളിപ്പിക്കുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് അവർക്കൊരു സ്കിൻ പ്രോബ്ലം ഉണ്ട്. കറക്റ്റ് പ്രോപ്പറായിട്ട് അവർക്കൊരു ഷെൽട്ടറില്ല, ഒരു കെന്നലില്ല, അതായത് ഒരു കൂടില്ല. ചെറിയ ഒരു കൂട്ടിനകത്താണ് ഇവരെ 2 പേരെ ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എപ്പോഴും പൂട്ടിയിട്ടിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വലിയ പപ്പീസിൻ്റെ ഗ്രില്ലുണ്ട്, അതിനകത്താണ് ഒരു കോമ്പൗണ്ട് ഏരിയ ഉണ്ട്, ഒരു ചെറിയ ഏരിയ ഉണ്ട്. അതിനകത്ത് നമ്മൾ തുറന്നു വിട്ടിരുന്നു. അതിനകത്ത് അവന്മാർ ഇട്ടിരുന്നു, ഒന്ന് ഓടി കളിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അവന്മാർ ഈ മണ്ണിൽ കിടന്ന്, മഴയത്ത് ഈ മണ്ണിലും ചെളിയിലൊക്കെ കിടന്ന് ഉരുണ്ട് അവർക്ക് സ്കിൻ പ്രോബ്ലംസ് വന്നു തുടങ്ങി. അപ്പോൾ അതിനുശേഷം ഇവർക്ക് നമ്മളൊരു മെഡിസിൻ, ഒരു മരുന്ന് അവരുടെ ദേഹത്ത് പുരട്ടി കൊടുക്കുന്നുണ്ട്. അത് ഇങ്ങനെ പുരട്ടി കൊടുത്ത് ഒരു 1.5 ആഴ്ചയായി. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അങ്ങനെ കുളിപ്പിച്ചതേ ഇല്ല. അങ്ങനെ ഇന്ന് ആദ്യമായിട്ട് കുളിപ്പിച്ചതാണ്. 2 പേരെയും കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും മഴ അങ്ങ് തുടങ്ങി. പിന്നെ ഡ്രയറൊക്കെ വെച്ചിട്ട് അവന്മാരെ ഉണക്കി എടുത്തു. 2 പേരും കൂടെ നനഞ്ഞ് കോർന്ന് നിൽക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഡ്രയറൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഉണക്കിയെടുത്തു. അങ്ങനെ ആദ്യമായിട്ട് അവന്മാരെ കുളിപ്പിച്ചു. വീണ്ടും മഴ തുടങ്ങി. എന്നിട്ടൊരു 3 മണിയൊക്കെ ആയപ്പോൾ, ഇപ്പം സമയം 3:30 ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഇപ്പം നല്ലപോലെ വെയിൽ നിൽപ്പുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഓടി പുറത്തോട്ടൊക്കെ ഒന്ന് പോയി എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്തിട്ടെങ്കിൽ വരാമെന്ന് വിചാരിച്ചു. കാരണം ഇനി എന്തായാലും മഴ കാണും. വൈകുന്നേരം ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ 5 മണിയൊക്കെ മുതൽ ഭയങ്കര ഹെവി റെയിനാണ് കാണിക്കുന്നത്. നല്ല കാറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് പുറത്തോട്ടൊന്ന് പോയിട്ട് വരാം. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ. എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് ഒന്നുകൂടെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് പുറത്തോട്ട് പോകാം. ഇത് വിസ്കി, ഇത് ബ്ലാക്കി, ഇത് പപ്പി, ഇനി ഒരു സുന്ദരനും കൂടെ ഉണ്ടേ. സുന്ദരൻ ഇവിടെ വെറുതെ ഇത് കണ്ടോ. ഇവന് കുറച്ചുകൂടെ ഹെയർ ഉള്ളതുകൊണ്ട് ഈ ഹെയർ പോയിരിക്കുന്നത് വ്യക്തമായിട്ട് കാണാം. ഒരിടത്ത് അടങ്ങി നിന്നാലല്ലേ ഇതൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. ഒന്ന് നിന്നാണ് അമ്മ കാണിക്കട്ടെ. നോക്ക് ബ്ലാക്കി, ബെറ്റി കണ്ട. സ്കിന്ന് കുറേ അങ്ങ് പോയേ. സ്കിന്നല്ല പോയത്, സോറി, ഹെയറാണ് നല്ലപോലെ പോയത്. അപ്പോൾ ഇതിന് മെഡിസിൻ ഇടുന്നുണ്ട്. വ്യത്യാസം അങ്ങ് കണ്ടില്ല അങ്ങനെ. അപ്പോൾ ഇവന്മാരിവിടെ നിൽക്കട്ടെ. നമുക്ക് ഞങ്ങൾ പോകുമ്പോൾ വീട് മറച്ചു വയ്ക്കും. ഇതെന്ന് പറയുന്നത് ഇതെല്ലാം അവന്മാരെ കരവിരുതുകളാണ്. കണ്ട ഈ തൊണ്ടൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇതെല്ലാം അവന്മാരെ കരവിരുതുകളാണ്. ഇത് ഈ മഴ കാരണം ഉണ്ടായ ചവറാണ് കേട്ടോ. ഈ തേക്കിൽ നിന്ന് വീഴുന്നതാണ്. പക്ഷെ അതുകൊണ്ട് ഈ തേക്കിൽ നിന്ന് അതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട്, എന്നാലും അത് കാണിച്ചത് കുഴപ്പമില്ല. നമുക്ക് തൂക്കാന്നുള്ളതൊക്കെ ഉള്ളൂ, വലിയ ശല്യമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ വന്ന് വീഴാലേ വല്ലതും തൂക്കിയെങ്കിലും നമ്മൾ ചെയ്യുള്ളൂ. എല്ലാവരും കൂടെ അവിടെ പോകണം, നമ്മളെ കൊണ്ടാക്കാൻ പറഞ്ഞാണ്. അവിടെ ബെറ്റി അവിടെ നിന്നോ. ബ്ലാക്കി അങ്ങ് പോ. ദൈവമേ, ഒരു ജാഥയ്ക്കുള്ള ആൾക്കാരുണ്ട് കണ്ടോ. കുറേ എണ്ണം അതിൻ്റെ അപ്പുറത്തങ്ങ് ചാടി. ചുമ്മാല്ല പട്ടി കുറച്ചോണ്ടിരുന്നു. ആര് പട്ടി ഇത്? കൊച്ചു ഈ വെയിൽ കണ്ടാ പറയോ, ഇത്രയും ദിവസവും ഭയങ്കര മഴ പെയ്തതാണെന്ന്, ഇന്ന് രാവിലെ വരെ ഭയങ്കര മഴ പെയ്തതാണെന്ന് ഈ വെയിൽ കണ്ടാ പറയോ. ഭയങ്കരമായിട്ട് വെയിലടിക്കുന്നത്. ഇവിടെയൊക്കെ നല്ലപോലെ വെയിലടിക്കുന്നുണ്ട്. എൻ്റെ കാലിലൊക്കെ നല്ലപോലെ വെയിലടിക്കുന്നുണ്ട്. എന്തൊരു കാലാവസ്ഥയാണെന്ന് ഒട്ടും മനസ്സിലാവില്ല. കുറേ നേരം മഴ, കുറേ നേരം വെയിൽ.
ഒരു ഫുൾ സൽവാർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതിൻ്റെ ടോപ്പും പാൻറ്റും ഷോളും സെറ്റായിട്ട് തന്നെ റണ്ണിങ് മെറ്റീരിയൽ സെക്ഷനിൽ നമുക്ക് കട്ട് ചെയ്ത് വാങ്ങാനായിട്ട് പറ്റും. ഇത് ഒരുപാട് നാൾക്ക് മുന്നേ മാർക്കറ്റിൽ ഇറങ്ങിയതാണ്, പക്ഷേ ഞാൻ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലത്തെ സൽവാർ സെറ്റ്സൊക്കെ കൂടുതലും പ്രിൻറ്റഡ് വർക്ക്സ് വരുന്നതായിരിക്കും, മാത്രമല്ല ഒരു സോഫ്റ്റ് കൈൻഡ് ഓഫ് കോട്ടൺ മെറ്റീരിയൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വെയറിന് യൂസ് ചെയ്യാനായിട്ട് ഇത് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഉണ്ടായിരുന്ന പ്രിൻറ്റഡ് വർക്ക്സിൽ ഏറ്റവും മിനിമലായിട്ടുള്ളൊരു വർക്ക് ഇതാണെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് തന്നെ മെറ്റീരിയൽ എടുക്കാമെന്ന് കരുതി ഷോളിനും ടോപ്പിനും പാൻറ്റിനുമായിട്ടുള്ള മെറ്റീരിയൽ ഞാൻ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. സമയം ഇപ്പോൾ 7 മണിയാവാറായി, 6:45. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇനി ആദ്യം ഈ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. കാര്യമായിട്ടുള്ള ഒരു ഷോപ്പിങ്ങോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ചുമ്മാ ഒന്ന് സിറ്റിയിൽ പോയി 2-3 കടകളിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. പിന്നെ കുറച്ച് കമ്മലൊക്കെ നോക്കി ഫാൻസിയിൽ കയറി, അങ്ങനെയൊക്കെ ഒന്ന് അലഞ്ഞു തിരിഞ്ഞ് നടന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ചായയും കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. ഇനി അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് വേണ്ടി ഈ ചിക്കൻ വേസ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അതായത് ഈ മാങ്ങയും ലിവർ അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുക്ക് ചെയ്യണം. ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നപ്പോൾ അത് ഇരുട്ടത്താണ് ചെയ്തത്, ഇപ്പോഴും ഇരുട്ടായി. അപ്പോൾ ഇനി ഞാൻ കൂടുതൽ സംസാരിച്ചിരിക്കുന്നില്ല, ഓടിപ്പോയി ഞാൻ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് കാണാം. ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുകളിലാണ് ലൈറ്റ്, അപ്പോൾ നല്ലപോലെ ലൈറ്റ് അടിക്കുന്നുണ്ട്. ചിലപ്പോൾ കാണുമ്പോൾ ഒരു വൃത്തികേട് കാണും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മളിനി അവന്മാർക്കുള്ള ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഇത് നമ്മുടെ ഒരു ചെറിയ കിച്ചണാണ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചെന്നാലും ഇപ്പോൾ പകലായതുകൊണ്ട്, പകൽ മീൻസ് അത്രയും ഇരുട്ടാത്തത് കൊണ്ട് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ ഒരു ചെറിയ കിച്ചണാണ്. ഈ കിച്ചണിൽ ആണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. അടുപ്പൊക്കെ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, നേരത്തെ നമ്മൾ കുക്ക് ചെയ്തതിന്റെ ചാമ്പലൊക്കെ ഇവിടെ കിടപ്പുണ്ട്, അതെല്ലാം ഒന്ന് കളയണം. എന്നിട്ട് നമുക്ക് കിട്ടിയ വേസ്റ്റ് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള, ബ്ലഡ് ഒന്നും ഇല്ലാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വേസ്റ്റ് ആണ് കിട്ടുന്നത്. എന്നാലും അത് നമ്മളൊരു 2-3 വെള്ളത്തിൽ കഴുകി മാറ്റണം. കഴിഞ്ഞ ദിവസം നമ്മളിതിൽ കുക്ക് ചെയ്ത ചാമ്പലൊക്കെ നമ്മൾ ഇതിനകത്ത് നിന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്, വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നാൽ ഇനി കുറച്ചൊക്കെ ഉണ്ട്, കൂടുതൽ വൃത്തിയാക്കണമൊന്നുമില്ല. ഇനി നമുക്ക് ഇതൊന്ന് കത്തിച്ചെടുക്കണം. ഇതാണ് വേസ്റ്റ്. ഇത് ഒരു 60 രൂപയേ ഉള്ളൂ. കണ്ടോ, ഈ കവറിൽ കെട്ടി വെച്ചിരിക്കുന്നില്ലേ, ഇതാണ് ചിക്കൻ വേസ്റ്റ്. ഇനി ഇത് ക്ലീൻ ചെയ്യണം. ആദ്യമായിട്ട് ഇത് വാങ്ങിയപ്പോൾ ഇതെങ്ങനെ കുക്ക് ചെയ്യണം എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞതുകൊണ്ട് രണ്ടാമത്തെ തവണ വാങ്ങിയപ്പോൾ അത്രയ്ക്കുള്ള കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് അതിൻ്റെ വേസ്റ്റ്. എല്ലാം നല്ല ക്ലീൻ ആക്കി തരും. ബ്ലഡോ അങ്ങനെയൊന്നുമില്ല, എല്ലാം നല്ല ക്ലീൻ ആക്കിയാണ് തരുന്നത്. ഇനി ഇത് ഇങ്ങനെ ക്ലീൻ ആക്കി തന്നാലും ഒരു 2-3 വെള്ളത്തിൽ ഇത് നല്ലപോലെ കഴുകും. പിന്നെ ഇത്രയും എടുക്കണോ നമുക്ക്? മുഴുവനും എടുക്കാം വേണ്ടല്ലേ? കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഫുൾ എടുത്ത് നമ്മൾ വെച്ചു. അപ്പം നമുക്ക് അപ്പോഴും തോന്നി ഇത്രയും വേണ്ട, പകുതി എടുക്കാമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം മുഴുവനും എടുക്കാതെ പകുതി എടുക്കാം. ഓക്കെ, പകുതി ആക്കിയാണ്. അത് ആ കവർ പപ്പി എടുത്തോണ്ട് പോയടാ. എന്നിട്ട് എന്താ, അപ്പൊ ഇത്രയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. കാരണം ശരി, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്ന ആളെ ഞാൻ കാണിച്ചു തരാം. ദോ നിൽക്കുന്നത് കണ്ട, ദോ അത് എല്ലാരും കൂടെ ഒന്ന് ഓട്ടിക്കുമെന്നാണ് തോന്നുന്നത്. എല്ലാരും ഉണ്ട് കണ്ട, 1 2 3 ദോ 4. പിന്നെ BGM ഇടുന്നത് ദോ അവൻ. സെറ്റ് കഴിയല്ലേ പപ്പി? പപ്പി നോ. പപ്പി നോക്കേണേ എന്താണ് ഉണ്ടാക്കണേന്നുള്ളത്. ഒരു വെള്ളം കൂടെ കഴിയും. ഒരു വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളമുണ്ട്. ആദ്യം ഇവന്മാര് നമുക്ക് കൂട്ടിരിക്കാനായിട്ട് വളരെ അച്ചടക്കത്തോടെ വന്നിരുന്നതാണ്. പിന്നീട് ഇതിന്റെ മണം അടിച്ചു തുടങ്ങിയപ്പോൾ അച്ചടക്കം എല്ലാം മാറി ഓട്ടം തുടങ്ങി. ഇത് മഞ്ഞപ്പൊടിയാണേ, മഞ്ഞപ്പൊടി തട്ടി. ഇനിതാ ഈ ഒരു അല്ലി വെളുത്തുള്ളി. നമുക്കിത് ചെയ്ത വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇത് നമ്മൾ 2ാമത്തെ പ്രാവശ്യമാണ് ചെയ്യുന്നത്. പിന്നെ എന്തൊക്കെ എക്സ്ട്രാ ഇതിൽ ആഡ് ചെയ്യുമെന്നൊന്നും അറിഞ്ഞൂടാ. ഉപ്പിടൂല എന്നറിയാം, കാരണം പപ്പീസിന് നല്ലപോലെ സ്കിന്ന് ഹെയർ ഫോൾ ഉണ്ടാവും, സ്കിന്നിന് പ്രശ്നം ഉണ്ടാവും എന്നറിയാം. അപ്പോൾ ഇത് 2 മാത്രമേ ഞങ്ങൾ തൽക്കാലം ഇടുകയുള്ളൂ. പിന്നെ എരിവ് ഇവന്മാർക്ക് പറ്റൂല, അതുകൊണ്ട് ഇത് 2 മാത്രം ഇട്ടാണ് തൽക്കാലം ഞങ്ങൾ വെക്കുന്നത്. ഒരു സൂപ്പ് പരുവം പോലെയാണ് വെക്കുന്നത്.
പിന്നെ നമുക്ക് അടുത്ത ജോലി എന്ന് പറയുന്നത് ഈ അടുപ്പൊന്ന് കത്തിച്ചെടുക്കണം. അതൊരു ചെറിയ ടാസ്ക്കാണ്. ഇതിനകത്തൂടെയൊക്കെ എയർ പോയി അങ്ങനെ എന്തൊക്കെയോ ഒരു ചെറിയ ടാസ്ക്കാണ്. അതൊക്കെ ഒന്ന് കത്തിച്ച് വരുമ്പോൾ കാണിക്കാം. നല്ലപോലെ തീ ആയിട്ടുണ്ട്, നല്ല കനലൊക്കെ ഉണ്ട് ഉള്ളിൽ. അപ്പോൾ ഇതിരുന്ന് താനെ വെന്തോളും. കണ്ടോ, നല്ല വെള്ളം നല്ല തിളച്ച് തുടങ്ങി, ചൂടായി തുടങ്ങി. ഇനി നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കത്തി ഇത് നല്ലപോലെ തിളച്ച് വരും. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നുണ്ടല്ലോ ഒരു 3-4 ദിവസത്തിന് ശേഷം സൂര്യനെ കണി കണ്ടുകൊണ്ടാണ് ഇന്ന് എഴുന്നേറ്റത്. എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയും ദിവസവും മഴ കാരണം ഭയങ്കര ഒരു അഴുക്ക ദിവസങ്ങളായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അങ്ങനെ സൂര്യനെ കണി കണ്ടൊക്കെയാണ് എഴുന്നേറ്റത്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നല്ലപോലെ വെയിലുണ്ട് രാവിലെ തന്നെ. അപ്പോൾ നമുക്ക് ഈ മഴ പെയ്തപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ തുണികളൊക്കെ നനയ്ക്കാൻ പറ്റാത്തത്. അപ്പോൾ ഞങ്ങൾക്കും ഈ ഒരു 3-4 ദിവസം കൊണ്ട് തുണികളൊന്നും നനയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം ചെയ്ത കാര്യം എന്ന് പറയുന്നത് തുണി നനയ്ക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തുണി നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഇതുവഴി ആക്രി എടുക്കാനുണ്ടോ ആക്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ പോയി കേട്ടോ. ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയും കൂടിയാണ് ഞങ്ങൾ പോയത്. അതിൽ ഒരു ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ കുറച്ച് ബുക്സും പേപ്പേഴ്സൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതിങ്ങനെ മഴ ആയതുകൊണ്ട് കത്തിക്കാനും പറ്റുന്നില്ല, അങ്ങനത്തെ ഒരവസ്ഥ. അതുകൊണ്ട് ഞങ്ങളിത് നേരെ ആക്രിക്കടയിൽ കൊടുക്കാമെന്നാണ് തീരുമാനിച്ചത്. പക്ഷേ ഇന്നലെ ഞങ്ങൾ ആക്രിക്കടയിലായിട്ട് ചെന്നപ്പോഴത്തേക്കും അത് പൂട്ടിയിരിക്കുകയായിരുന്നു. അവിടെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അവിടെ കോൺടാക്ട് ചെയ്യാൻ നമ്പറോ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നമുക്ക് ഇന്നലെ നടന്നില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ഒരു ഭാഗ്യം തന്നെ പറയട്ടെ, നമ്മൾ ഇന്ന് രാവിലെ ഒന്നുകൂടെ ഒന്ന് പോയി നോക്കാമെന്നാണ് വിചാരിച്ചത് കടയിലോട്ട്. പക്ഷേ നമ്മുടെ ഒരു ഭാഗ്യം അനുസരിച്ച് അവരിങ്ങോട്ട് വന്നു. അവർ തന്നെയാണെന്നല്ല, വേറൊരാൾ ഇത് ആക്രി വേണോ ആക്രി എന്നൊക്കെ പറഞ്ഞ് അന്വേഷിക്കുന്ന ഈ റോഡ് വഴി പോയി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിൽപ്പുണ്ട്. ഞങ്ങൾ രാവിലെ തുണികൾ നനച്ചുകൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. എല്ലാം കംപ്ലീറ്റ് ചെയ്ത് തീർന്നില്ല, കുറച്ചുകൂടെ പെൻഡിങ് ആണ്. അപ്പോൾ ഇതിനിടയിലാണ് ശബ്ദം ഞങ്ങൾ കേട്ടത്. അങ്ങനെ ആളിപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ വേസ്റ്റ് പേപ്പറൊക്കെ ഇപ്പോൾ എടുത്തുകൊണ്ട് നിൽക്കുകയാണേ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതുപോലെ ഇന്നലെ നമ്മൾ ചിക്കൻ വേസ്റ്റ് കുക്ക് ചെയ്തല്ലോ, അതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാമേ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും അത് കുക്ക് ചെയ്തതിന് ശേഷമുള്ളത് കാണിച്ചു തന്നിട്ടില്ല. ഈ കനലൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ വേറെ കത്തിച്ചൊന്നും കൊടുക്കണ്ട. നല്ലപോലെ അടുപ്പിൽ കനലാവുമ്പോൾ ഇത് താനേ ഇരുന്ന് കുക്കായിക്കോളും. അപ്പോൾ ഞങ്ങൾ ഒരു 10-15 മിനിറ്റ് ഇത് നല്ലപോലെ ഒന്ന് കത്തിച്ചെടുക്കാനായിട്ട് നമ്മൾ നിന്നു. അതിനുശേഷം കനലായിട്ട് പിന്നെ ഞങ്ങൾ കത്തിക്കാനൊന്നും നിന്നില്ല. അത് താനേ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ എല്ലാം സെറ്റായി വന്നു. അതും കൂടെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഇപ്പോൾ പേപ്പറും കൂടെ എടുക്കുന്നുണ്ട്, അതും കൂടെ ഒന്ന് നമുക്ക് കാണാം. ഇന്നലെ നമ്മൾ അമ്മക്ക് വേണ്ടി വെച്ച സൂപ്പ് കാണിച്ചു തരാം. സൂപ്പും കറിയും അതുപോലെ എല്ലാം ഒന്ന് തന്നെ കണ്ട. ഇതാണ് ഇതിനകത്ത് ചിക്കൻ വേസ്റ്റും പിന്നെ മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഇതാണ് ഇതോടെ കണ്ട. ഫ്രണ്ടിലൊരു വണ്ടി നിൽപ്പുണ്ട്, പിന്നെ ഒരു ആക്രി കിടക്കുന്ന ചേട്ടനും പറഞ്ഞുണ്ട്. ഒന്നും കത്തിക്കാനും പറ്റണില്ല. ഞങ്ങള് ഡീസല് പിന്നെ ചിലപ്പോ ടർപ്പനില്ലേ, ടർപ്പൻ, അതൊക്കെ എടുക്കാറുണ്ട്. ഇപ്പൊ പിന്നെ മഴയത്ത് ഡീസലും വർക്കാവില്ലെന്നാണ് തോന്നുന്നത്. നമ്മൾ ഇന്നലെ അങ്ങോട്ട് കട എവിടെയാണ്? ബാലരാമപുരം അല്ലേ? ഓ ഞങ്ങൾ ഞങ്ങൾ ഇന്നലെ വൈകിട്ടായപ്പോൾ 2-3 കടകൾ അന്വേഷിച്ച് പോയി. അപ്പോഴത്തേക്കും കടകളൊന്നും കണ്ടില്ല. ഒരു വൈകിട്ടൊക്കെ അടയ്ക്കുമെന്ന് തോന്നുന്നു. ആരെങ്കിലും വിളിച്ചോണ്ട് വരാന്ന് വിചാരിച്ചു. നിങ്ങളുടെ കടയാണോ മറ്റേ ഇവിടെ ഇട്ടിരിക്കുന്നത്, അരിക്കട മുക്കിൽ ഇട്ടിരിക്കുന്നത്? അരിക്കട മുക്ക പാലത്തിന്റെ അവിടെ റെയിൽ പണി നടക്കണതിന്റെ അവിടെ അല്ല, വേറെയാണല്ലേ? ഓ അത് ശരി. ഇനിയും പേപ്പേഴ്സ് ഇവിടെ ഉണ്ട്.
പിന്നെ ഇതിനകത്ത് ഇനി എടുക്കുന്നത് ട്രെഡ്മില്ലിൻ്റെ കവറാണ്. വേണ്ടാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൂടനും നമ്മൾ ട്രെഡ്മില്ല് വാങ്ങിച്ചതിൻ്റെ അത് ഉപയോഗമുണ്ട്. അത് ശരി ശരി. അങ്ങനെ ഒരു എല്ലാം പൈപ്പ് തന്നെ അല്ലേ? ഇനി അത് നല്ലത് ചേട്ടാ. ഇതെടുക്കോ? ഇത് ഈ ഇതിൻ്റെ ബാമ്പു ഇല്ലല്ലോ. പിന്നെ അപ്പർ സൈഡിൽ കാണാം. അങ്ങനെ അവർ പോയി. ഒരുവിധം നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരുന്ന എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി. ഭയങ്കര പൈസയൊന്നും കിട്ടിയില്ല, എന്നാലും ഒരു കുറച്ച് ചെറിയൊരു എമൗണ്ട് കിട്ടി. അതിനേക്കാൾ നമുക്ക് ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇവിടെ നിന്ന് മാറി കിട്ടിയാൽ മതി എന്നുള്ളതായിരുന്നു. അങ്ങനെ അവരതെല്ലാം കൊണ്ടുപോയി. അത്യാവശ്യം പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. ഈ വീട് വെച്ച സമയത്ത് ഇവിടെ ബാക്കി വന്ന പൈപ്പിൻ്റെ പീസസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ടുപോയി. എന്താണ് ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇനിയും തുണി കഴുകാനായിട്ട് കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു കോലത്തിൽ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായിട്ട് പോകാം. കഴിച്ചിട്ട് ഇനി ബാക്കിയുള്ള പരിപാടി നോക്കാം. ഇപ്പോഴും വെയിൽ നിൽപ്പുണ്ട്. ഇനി മഴ എപ്പോഴാണ് പറഞ്ഞതെന്ന് അറിഞ്ഞുകൂടാ. അതിന് മുന്നേ തുണിയെല്ലാം നനച്ചിട്ട് അത് ഉണക്കി അകത്തെടുത്ത് മടക്കിയും കൂടെ വയ്ക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായിട്ട് പോകാം.